ഹായ്, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും സിമ്പിൾ റെസിപ്പീസിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഷുക്കട്ടയാണ്. അതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വിഷുവിൻ്റെ സമയത്ത് മാത്രമേ നമ്മളിത് ഉണ്ടാക്കാറുള്ളൂ. സാധാരണയായിട്ട് തൃശ്ശൂർ സൈഡിലാണ് ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയാണ് തിരുമിയിട്ടുള്ളത്. അതായത് ഒരു തേങ്ങ, ഒരു മുറിയല്ല, ഒരു ഫുൾ തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.25 കപ്പ് ആണെങ്കിൽ ചമ്പ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒന്നുകിൽ ഉണക്കലരി എടുക്കണം, ഇല്ലെങ്കിൽ പച്ചരി എടുക്കണം. വേറെ ഒരു അരിയിൽ ഉണ്ടാക്കിയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ കപ്പിൽ 1 കപ്പും പിന്നെ 1/4 കപ്പും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി ഇച്ചിരി നേരം കുതിർത്ത് വെച്ചിരിക്കുന്നത്, ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ അടുപ്പിലാണെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി ഉപയോഗിക്കാം. എന്താണ് നിങ്ങളുടെ സൗകര്യപ്രദം അതുപോലെ ഒരു പാത്രം എടുക്കുക. നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തേങ്ങ ഫുള്ള് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള തേങ്ങാപ്പാലാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമുക്ക് നല്ല കട്ടിപ്പാൽ, 1-ാം പാൽ ഞാനൊരു 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ 2-ാം പാൽ ഒരു 4.5 ഗ്ലാസും എടുത്തിട്ടുണ്ട്. 1.25 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമായ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ 2-ാം പാൽ ഇത്രയ്ക്ക് തിക്നെസ്സൊക്കെ വരികയുള്ളൂ. അത് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് വേണം അരി വേവാൻ. ചിലരിപ്പം ഇതിപ്പം പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമുക്ക് അരി വെന്ത് വരാനുള്ളത്. അപ്പം ചിലരാണെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചിട്ട്, അത് 3-ാം പാൽ ഉപയോഗിച്ച് കുക്കറിലും വേവിക്കാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ട്രഡീഷണലി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതായത് 2-ാം പാലിൽ കിടന്ന് അരി വെന്ത് ഒരു 80-90% വേവാകുമ്പോൾ നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അരി എടുക്കുമ്പോഴും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്നുകിൽ പച്ചരി എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കലരി. അല്ലാതെ വേറെ ഒരു അരി വെച്ച് ഉണ്ടായാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിങ്ങനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം, തുറന്ന് വെച്ച് വേവിക്കാം. ഞാൻ യൂഷ്വലി തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. അപ്പം ക്യാമറ ഇവിടെ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണെങ്കിൽ അരി ഇങ്ങനെ വെന്ത് വരാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം വിഷുക്കട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് തൃശ്ശൂർ സൈഡിലാണ് സാധാരണ വിഷുക്കട്ട ഉണ്ടാക്കുക. എന്നാൽ പാലക്കാട് സൈഡിലോട്ട് പോകുമ്പോഴാണെങ്കിൽ വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കുക. എന്നാൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്, പാൽപ്പായസം ഉണ്ടാക്കാറുണ്ട്, ഇലയുടെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഓരോ സ്ഥലം അനുസരിച്ചും ഓരോരോ വിഭവങ്ങളാണ് ഉണ്ടാക്കുക. പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർക്കാർ മാത്രമേ വിഷുക്കട്ട ഉണ്ടാക്കാവൂ എന്നൊന്നുമില്ല. ഏത് സ്ഥലമാണെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം അത് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതിലാകെ നമുക്കൊരു ജോലി എന്ന് പറയാൻ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ അടുപ്പിൽ നിന്ന് കുറച്ച് നേരം ഇത് വേവാനുള്ളൊരു സമയവും എടുക്കും. അത് മാത്രമാണ് വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള പാട്. പക്ഷേ ഇത്രയും നമ്മൾ എന്താ പറയേണ്ടത്, കുറച്ച് സമയമെടുത്ത് ഇതുണ്ടാക്കിയാലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പം ഒന്നിനോടും സാമ്യപ്പെടുത്താൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ നല്ലവണ്ണം തിളച്ച് അരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഉപ്പ് ഇടണ്ട, കാരണം നമ്മൾ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയിലേക്ക് പിടിക്കാൻ, നമ്മുടെ ചോറിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ജീരകം. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ജീരകം ചേർത്താൽ മതി. അതിൽ ജീരകം നല്ലപോലെ ഇഷ്ടമാണെന്നുള്ളവരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ വേവാൻ, നമുക്ക് ഇത് മൂടി വെച്ചും വേവിക്കാം, തുറന്ന് വെച്ചും വേവിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ അരിയൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. വെന്ത് നല്ലപോലെ കുറുകി വരുമ്പോഴാണ് നമ്മൾ അന്നേരമാണ് ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് വരണം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് ഉണ്ടാകുന്ന ഈ വിഷുക്കട്ടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വർഷത്തിൽ ഈ വിഷുവിൻ്റെ ദിവസം മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷു എത്തി എന്നുള്ളൊരു സന്തോഷമാണ് മനസ്സിൽ വരിക. വിഷുവിൻ്റെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇവിടെയാണെങ്കിൽ ഇത് ചോറൊക്കെ ഏകദേശം വെന്ത് നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ആയിട്ടുണ്ട്. ഏകദേശം ചോറ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ സമയത്ത് ആണെങ്കിൽ 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1.5 കപ്പുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വറ്റിയിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. നല്ല കുഴഞ്ഞ് ആ വെള്ളം കംപ്ലീറ്റ്
വറ്റിയിട്ടും ചേർക്കാം. പക്ഷേ ഇവിടെ ഇപ്പം അരി ഏകദേശം വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൽ കിടന്നിട്ട് വേണം ഇനി ബാക്കി ചോറ് വേവാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളൊരു 10% ചോറ് വേവേണ്ടത് ഒന്നാം പാലിൽ കിടന്നിട്ട് വേണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. അതും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നമ്മുടെ സ്ഥലങ്ങളിൽ വിഷുക്കട്ടയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചില സ്ഥലങ്ങൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ശർക്കരപ്പാനി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് മാങ്ങാക്കറി കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കറിയില്ലെങ്കിലും തനിയെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കാരണം അതൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചോറ് ഇങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്ത് വരികയാണ്. അപ്പം അതിന് തന്നെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം ചിരകിയ തേങ്ങയും ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പം ഇങ്ങനെ ഇളകി കൊടുക്കുന്നുണ്ട്. ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റണം. തേങ്ങാപ്പാൽ കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ട് വേണം നമുക്ക് നെയ്യ് പുരട്ടി ഒരു തട്ടത്തിലേക്ക് മാറ്റാൻ. എന്നിട്ട് ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മളത് മുറിച്ചെടുക്കുക. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല, വിഷുവിൻ്റെ ദിവസം പൊതുവേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല, എന്നാലും നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല വെന്ത് നല്ല കുറുകി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ വേണ്ടത് സൈഡൊക്കെ വിട്ട് വരുന്ന രീതിയിൽ ആക്കി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ തിക്കാക്കി എന്താ പറയുക നല്ല കുഴയുന്ന ആ രൂപത്തിലാക്കാൻ നിൽക്കാറില്ല. ഒരല്പം എന്താ പറയുക ജ്യൂസി ടൈപ്പ് രീതിയിലാണ്, അല്പം ഒരു വെള്ളമയമല്ല ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് ഞാൻ പൊതുവേ തീ ഓഫ് ചെയ്യാറില്ല. എന്നാലും നമുക്ക് 1 മിനിറ്റും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് പരുവാകുമ്പോഴാണ് ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റുന്നതെന്നുള്ളത്. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം വെന്ത് കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകും. നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം. പക്ഷെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുക്കണം. നല്ലപോലെ നെയ്യ് തടവി കൊടുക്കുക. നെയ്യുടെ മണം കൂടി നമ്മുടെ വിഷുക്കട്ടയിലേക്ക് വരട്ടെ. അപ്പം നല്ലവണ്ണം അങ്ങോട്ട് നെയ്യ് തടവി കൊടുത്ത ശേഷം നമ്മുടെ പാത്രത്തിൽ നിന്നാണെങ്കിൽ അത് ഈ പ്ലേറ്റിലോട്ട് മാറ്റുക. അപ്പം നെയ്യ് എനിക്ക് അല്പം കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല തിക്കായിരിക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മളത് ഒഴിച്ചിട്ട് നികക്കണം. നല്ലപോലെ വാഴയില ഉപയോഗിച്ച് നികത്തി നല്ല ഷേപ്പാക്കി കൊടുക്കണം. എന്നിട്ടത് തണുക്കാൻ അനുവദിക്കണം. തണുത്ത ശേഷമാണെങ്കിൽ നമുക്കതിങ്ങനെ ചതുരത്തിലോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലത് മുറിച്ച് മാറ്റാവുന്നതാണ്. ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ല വട്ടത്തിലുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ട് സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് പരത്തി കൊടുക്കാം. ഏത് ചെറിയ പ്ലേറ്റോ വലിയ പ്ലേറ്റോ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിതിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ആൾക്ക് കഴിക്കാവുന്ന രീതി ഈ ഒരു പ്ലേറ്റിൽ കൊള്ളത്തക്ക രീതിയിലുള്ളത് മാത്രം അളവാണ് നമുക്ക് 1.25 ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഏകദേശം ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാനുള്ള വിഷുക്കട്ടയുണ്ട് ഇത്. ഇതിങ്ങനെ നല്ലതുപോലെ നികത്തി ആക്കി കൊടുക്കുക. ഇങ്ങനെ തവി കൊണ്ടാക്കിയാൽ ഇതിന് ശേഷം ഒരു വാഴയില ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം നികത്തി കൊടുത്താൽ ആ വാഴയിലയുടെ ഫ്ലേവറും കൂടി നമ്മുടെ വിഷുക്കട്ടയ്ക്ക് കിട്ടും. നല്ല ഷേപ്പാക്കി എടുക്കാനും പറ്റും. ഇതിങ്ങനെ നികത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിഷു വരുമ്പം ഇതുണ്ടാക്കി നോക്കണം. ഞാൻ ഈ റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചു പോയി. വിഷു കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും സാധനമില്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വിഷു ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വിഷുക്കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുക്കട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിങ്ങനെയല്ല തയ്യാറാക്കുന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ വിഷുക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിങ്ങനെ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനൊരു സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുത്തൊക്കെ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.